ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിൻ്റെ കൂടെ തന്നെ എൻജിൻ ഫ്ലഷ് കൂടി ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻജിൻ ഫ്ലഷിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഓയിൽ സ്റ്റിക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന എൻജിൻ ഓയിൽ ഫ്ലഷ് എന്ന് പറയുന്നത് മോട്ടൂളിൻ്റെയാണ്. അപ്പോൾ ഈ മോട്ടൂളിൻ്റെ 10W30 ആണ് ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കമ്പനിക്കാർ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു എൻജിൻ ഫ്ലഷ് എന്ന് പറയുന്നത്. 50 മില്ലിയുടെ ഒരു ചെറിയ ബോട്ടിലാണിത്. അപ്പോൾ 1 ലിറ്റർ അല്ലെങ്കിൽ 1/200 ഏകദേശം 1.5 ലിറ്റർ വരെ എൻജിൻ ഓയിൽ ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് നമുക്ക് ഈ 50 മില്ലിയുടെ ഈ ഒരു എൻജിൻ ഓയിൽ ഫ്ലഷ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് 200 രൂപയാണ് ഇതിൽ MRP ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 200 രൂപ കൊടുത്തൊന്നും മേടിക്കലുണ്ടാവില്ല. ഞാനിപ്പോൾ അങ്ങനെ മാറ്റാനുള്ളൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതായത് എൻജിൻ ഓയിൽ ഫ്ലഷ് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഇപ്പോൾ ഇല്ലായിരുന്നു ആക്ച്വലി. അപ്പോൾ നമ്മളിത് പിന്നെ ഓയിൽ വാങ്ങിയ സമയത്ത് അതിൻ്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു സാധനം തന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പഴയ എൻജിൻ ഓയിലിൻ്റെ കൂടെ തന്നെ അത് റിമൂവ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ 50 മില്ലി എൻജിൻ, അതായത് നമ്മളെ എൻജിൻ ഫ്ലഷ് ഓയിൽ നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ ഇത് പിന്നെ ഒഴിക്കുന്ന സമയത്ത് 1000 മില്ലി, അതായത് 1 ലിറ്ററാണ് ആദ്യം ഇതിൽ ഉണ്ടായിരുന്ന എൻജിൻ ഓയിൽ, അതിൻ്റെ കൂടെ 50 മില്ലി കൂടി മിക്സ് ആവും. ഇത് വളരെ തിന്നായിട്ടുള്ള ഓയിലാണ്, കുറച്ച് കനം കുറഞ്ഞ ഓയിലാണ്. അത് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഏകദേശം വെള്ളം പോലെ തന്നെ ഉള്ളൊരു ടൈപ്പ് ഓയിലാണത്. അപ്പോൾ ഇതിൽ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ഓയിൽ എന്ത് ചെയ്യും, മൊത്തത്തിലൊന്ന് അതിൻ്റെ കനം കുറയും. അപ്പോൾ കനം കുറയുമ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഇങ്ങനെ വണ്ടി ഒരിക്കലും ഓടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു 8 മുതൽ 10 മിനിറ്റ് സമയം വരെ വണ്ടി ഐഡിൽ മോഡിൽ, ഇതുപോലെ 1000 അല്ലെങ്കിൽ 1100 RPM ഐഡിൽ മോഡിൽ വർക്ക് ചെയ്യിക്കുക. വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ എൻജിൻ്റെ ആ ഒരു ഭാഗങ്ങളിലുള്ള ഡെപ്പോസിറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ എന്താ പറയുക സ്ലഡ്ജസും കാര്യങ്ങളും ഏതെങ്കിലും മുക്കിലും മൂലയിലുള്ള സാധനങ്ങളെല്ലാം കൂടി എന്ത് ചെയ്യും, മാക്സിമം നമ്മുടെ ആ ഒരു പിന്നെ സമ്പിൻ്റെ, അതായത് ഓയിൽ സമ്പിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്ന് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മളിത് ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മാക്സിമം നമ്മുടെ ആ എൻജിൻ്റെ ആ ഒരു ഉൾഭാഗം നമുക്ക് പിന്നെ എന്താ പറയുക റിഫൈൻ ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഓയിൽ ഇനി നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ടൊരു 2-3 മിനിറ്റ് ആ ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് ആവണ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓയിൽ സ്റ്റിക്ക് ജസ്റ്റ് ലൂസ് ചെയ്തിടുക. അതിന് ശേഷം നമ്മുടെ ഡ്രെയിൻ ബോൾട്ട് ഇതുപോലെ ലൂസ് ചെയ്ത് കൊടുക്കുക. താഴെ എന്തെങ്കിലും ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു പാത്രം വയ്ക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു സ്പോട്ടിൽ തന്നെ എവിടെ വീഴുന്ന നമുക്ക് ഉറപ്പില്ല. അപ്പോൾ അത് പരമാവധി നിലത്ത് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഉപയോഗിച്ച എൻജിൻ ഓയിൽ ഒരിക്കലും നിലത്ത് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ അത് കൈയൊന്നും ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലും ചെയ്യരുത്, കാരണം അത്യാവശ്യം ചൂടുണ്ടാവും. അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു തിക്നെസ് കുറഞ്ഞത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നെ വെച്ചതാണ്, വിരലൊന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മിനിമം നമ്മൾ ഈ ഒരു എല്ലാ ഓയിലും ഡ്രെയിൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പിന്നെ ഡ്രെയിൻ ബോൾട്ടിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു 3, 4 അല്ലെങ്കിൽ 5 പ്രാവശ്യമൊക്കെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ഡ്രെയിൻ ബോൾട്ട് ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. ചില ഡ്രെയിൻ ബോൾട്ടുകൾക്ക് അതിൻ്റെ കൂടെ ഒരു വാഷർ കൂടി വരും. അതായത് ഒരു കോപ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു പിന്നെ ബ്രാസിൻ്റെ ഒക്കെ ടൈപ്പ് വാഷറുകൾ വരാറുണ്ട്. അപ്പോൾ ആ വാഷറിന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ആ വാഷർ മാത്രം മാറ്റി കൊടുത്താലും മതി. അതുണ്ടെങ്കിൽ എന്തായാലും അത് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓയിലിൻ്റെ ക്യാനൊന്ന് തുറക്കാം. അപ്പോൾ ഇത് കണ്ട് പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഫണൽ പോലെ ഇങ്ങനെ നീണ്ടു വരും. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായും നമ്മുടെ എൻജിൻ ഓയിൽ നല്ലോണം ഇങ്ങനെ കുലുക്കണം. അപ്പോൾ ഇങ്ങനെ കുലുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലൊക്കെ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിങ്ങനെ സെമി സിന്തറ്റിക് ഓയിലാണ്. അപ്പോൾ ഓയിലിൽ ഒരുപാട് അഡിറ്റീവ്സ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അത് മൊത്തത്തിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഏത് ഓയിലാണെങ്കിലും നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായി ഷെയ്ക്ക് ചെയ്യണം. അതേപോലെ ഇത് തുറന്നു കഴിഞ്ഞാലും ഇവിടെ ചെറിയൊരു സീലുണ്ട്, കണ്ടില്ലേ? ഇത് നമ്മൾ ഇടത്ത് കൈ കൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ വലത്തെ കൈ കൊണ്ട് എന്ത് ചെയ്യണം, നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ, അതായത് തെറിച്ച് പോകാത്ത രൂപത്തിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഇതിന് മുമ്പൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, തെറിച്ച് പോയിട്ടുണ്ട് കുറച്ച് മുമ്പ്. അപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് അത് സംഭവിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഫണൽ ഉപയോഗിക്കുന്നുണ്ട്, കാരണം കുറച്ചും കൂടി നമുക്കൊരു ഈസി ആയിട്ട് പുറത്ത് പോകാതെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു ഫണൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല.
ഓക്കെ, അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്താണെങ്കിലും വളരെ കുറച്ചായിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് പെട്ടെന്ന് ഒഴിച്ച് തീർക്കരുത്. വളരെ പതുക്കെ സാവധാനത്തിന് എൻജിൻ ഓയിലിന് സാവധാനത്തിൽ ഇറങ്ങി പോകാനുള്ള ഒരു സമയം കൊടുത്തിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ 1 ലിറ്റർ ഫുള്ളായിട്ട് ഒഴിക്കുക. ഇപ്പോൾ കാറിലൊക്കെ നമ്മൾ പിന്നെ എൻജിൻ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഒഴിക്കാതെ പിന്നെ ആ ഒരു ലെവലൊക്കെ നോക്കിയതിന് ശേഷമൊക്കെ ഒഴിക്കുന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1 ലിറ്റർ എന്തായാലും നമ്മളെ വണ്ടിക്ക് ആവശ്യമാണ്. അപ്പോൾ അതെന്തായാലും 1 ലിറ്റർ ഒഴിക്കുക. ചില വർക്ക്ഷോപ്പിലൊക്കെ ഈ പിന്നെ 1,200 ഒഴിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മളെ ഓയിലിൻ്റെ ലെവൽ ഇതാ ചെക്ക് ചെയ്യാണ്, കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഗ്രിപ്പിൻ്റെ കറക്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല, കൂടാൻ പാടില്ല ഒരിക്കലും. അതിൻ്റെ മേലോട്ട് ആവശ്യമില്ല. നമുക്ക് 1,200 ഹോണ്ട യൂണിക്കോണിന് ഒഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ ഓയിൽ സ്റ്റിക്കിൻ്റെ അറ്റത്തായിട്ട് ഒരു റബ്ബറിൻ്റെ ചെറിയൊരു വാഷർ, ഒരു ഓറിങ് ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ അതിനെന്തെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ ഈ ഓയിൽ സ്റ്റിക്കിൻ്റെ ചുറ്റുഭാഗത്ത് കൂടി ഓയിൽ ഇങ്ങനെ പടർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നൊരു സംഗതിയാണ്, ഇത് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ചാവി ഓണാക്കാതെ നമ്മളെ കീ ഓഫാക്കിക്കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു 4-5 പ്രാവശ്യം കിക്കറൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ആ ഒരു കണക്റ്റിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ താഴെ സമ്പിൽ കിടക്കുന്ന ഓയിലൊന്ന് മൊത്തത്തിലൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തില്ല, എന്നാലും ഒരു 50% എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പിന്നെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ശേഷം ഞാൻ നിർബന്ധമായും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ പഴയ ഓയിൽ എത്ര ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനത് നമ്മളെടുത്ത അതേ ബോട്ടിലേക്ക് തന്നെ ഒഴിക്കും. അതിൻ്റെ ലെവൽ ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ ആ ലെവൽ ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ഇങ്ങനെയാണ് ഉണ്ടാവുക ഏകദേശം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ചെരിച്ച് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ, നേരെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതലുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 50 മില്ലി എക്സ്ട്രാ നമ്മൾ ഫ്ലഷ് ഓയിലും കൂടി അതിൽ ഒഴിച്ചത് കൊണ്ടാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഓയിൽ കറക്റ്റായിട്ട് തന്നെ അത് ഓയിൽ കത്തിപ്പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എഞ്ചിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.